നമസ്കാരം. മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്വാദിഷ്ടമായ സോയ വറ്റൽ, സോയ പെരട്ട്, എന്ത് വേണമെങ്കിൽ പറയാം, പേരിലൊന്നല്ല കേട്ടോ കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സോയതാ ഇങ്ങനെ നന്നായിട്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, തിളപ്പിച്ചിട്ട് വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ സ്ക്യൂസ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതാ ഇങ്ങനൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായി പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി ഉപ്പ്, പിന്നെ നമുക്ക് കറിയാക്കുമ്പോൾ കുറച്ചും കൂടി ഇടേണ്ടി വരും. അതോടൊപ്പം തന്നെ കുരുമുളക് പൊടി, അതെ, ഇതിലേക്ക് വളരെ കുറച്ചിടുക. ഇനി നമുക്ക് കറി സെറ്റാക്കുമ്പോഴിടേണ്ടതുണ്ട്. ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കേട്ടോ, മതി. ഇനി നമുക്ക് സോസുകൾ, ടൊമാറ്റോ സോസ് വേണം, സോയാ സോസ് വേണം, റെഡ് ചില്ലി സോസോ ഗ്രീൻ ചില്ലി സോസോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസാണ്, അതൊരു 1/2 ടീസ്പൂൺ. അതോടൊപ്പം തന്നെ സോയാ സോസും അതേ അളവ് തന്നെ മതി, ഒരു 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന്, ഞാൻ ടൊമാറ്റോ സോസ് ഫ്രീസറിൽ വെച്ചു, ഫ്രിഡ്ജിൽ വെക്കണതിന് പകരം. അതുകൊണ്ട് തന്നെ അതിപ്പോൾ എടുക്കാൻ കിട്ടില്ല, ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒഴിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെച്ചോളൂ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഇതിൽ പിടിക്കട്ടെ കേട്ടോ. അങ്ങനെ ഇരിക്കട്ടെ. മറ്റുള്ള പണി കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഇതിലേക്ക് ഒന്നായിക്കോളും. അപ്പോൾ ഇനി നമ്മുടെ മറ്റുള്ള പരിപാടികൾ തുടങ്ങാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ള കളറാവുകൊണ്ട് എണ്ണ ഒഴിച്ചത് കാണില്ല. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു 2 സവോള, ചെറുതാണ്, മീഡിയം സൈസ്, നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി. ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലോണം 1/2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, ആവശ്യത്തിന് വറ്റൽമുളക്. ഗ്യാസ് മീഡിയത്തിൽ വെക്കണം കേട്ടോ. മല്ലി അതെ വല്ലാതെ ഇങ്ങനെ സാമ്പാറിലേക്ക് വറക്കണ മാതിരി ആവേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഒരു തക്കാളി, വലിയ തക്കാളിയായിരുന്നു, ഞാൻ 1 അല്ല 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വലിയ തക്കാളി. തക്കാളിയുടെ ഫ്ലേവർ വലിയ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒന്നാക്കി ചേർത്തിക്കോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതോടൊപ്പം തന്നെ കുരുമുളകിൻ്റെ പൊടി നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതേ അളവ് തന്നെ ഇവിടെ ഞാനൊരു, നേരത്തെ 1/4 ടീസ്പൂൺ ആണെങ്കിൽ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കുരുമുളകിൻ്റെ പൊടി. ഞാൻ പൊടിച്ച് വെച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മുഴുവൻ കുരുമുളക് ഇടാം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നല്ല ജീരകം ഒരു 1/4 ടീസ്പൂൺ. ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത്. ഈ സോയ പെരട്ടിനതൊക്കെ വേണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അധികം ഇഷ്ടമുള്ള വെളുത്തുള്ളി, അതും ഇതിൻ്റെ കൂടെ ഇട്ടോളൂ കേട്ടോ. എനിക്ക് അത് ചേർത്ത് ഉണ്ടാക്കിയതൊക്കെ വേസ്റ്റാവും. അത് കാരണം മാത്രം നല്ലതാണ് അറിയായല്ല, പക്ഷേ വയ്യ, അത് ഉപയോഗിച്ച് ശീലമില്ല. എന്നിട്ട് എന്താ ചെയ്യുക? അതൊന്നും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലോണം ഇട്ടോളൂ. കുറച്ച് കാഷ്യൂ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കാഷ്യൂ ഒക്കെ ഒരു കൊഴുപ്പ് കിട്ടാനും സ്വാദ് കിട്ടാനും ഒക്കെ ആയിട്ടാണ്. ഇതില്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് കുറച്ച് കോൺഫ്ലോർ ഒരു 1/2 ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി, നല്ല കൊഴുപ്പ് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് കറുവപ്പട്ട, അതുപോലെ തന്നെ കരയാമ്പൂ ഒക്കെ വേണമെങ്കിൽ ഇടാം. പക്ഷെ ഞാൻ എല്ലാം വാങ്ങിയിട്ട് നന്നായിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ അവസാനം ഇടേ വേണ്ടുള്ളൂ കേട്ടോ.
നന്നായി വരട്ടെ. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ അരയ്ക്കാനുള്ളതൊക്കെ മാറ്റി അതേ കടായിലേക്ക് തന്നെ, കഴുകിയിട്ടൊന്നുമില്ല. ഒരു 2 വലിയ സവോള ഇങ്ങനെ ലെയർ മാതിരിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇനി നോക്കിയിട്ട് മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം സോയയിൽ ഇട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ അരയ്ക്കാൻ വേണ്ടി വറുത്തയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വാടി വരട്ടെ. വെയിറ്റ് ചെയ്യാം. ഒരു 2 പച്ചമുളക് അത്ര മതി. നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ടല്ലോ, മതി. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ നന്നായിട്ട് സോസൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന സോയ. അപ്പോൾ സോസൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പം തന്നെ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഒന്നിങ്ങനെ ഇരുന്നിട്ട് നല്ലോണം സിമ്മിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇങ്ങനത്തെ പാത്രം ആവുകൊണ്ട് അടി പിടിക്കില്ല. അല്ല നിങ്ങൾ ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം തളിച്ച് കൊടുത്തോളൂ കേട്ടോ. കാരണം ഇതിൽ നിന്ന് എന്തായാലും കുറച്ച് വെള്ളം ആ സോസൊക്കെ ഒഴിച്ചതല്ലേ ഇറങ്ങി വന്നോളും. വെയിറ്റ് ചെയ്യാം. ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിരുന്നു. കണ്ടോ, ഇതേപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ കടായികളൊന്നും അണച്ചാൽ അടി പിടിക്കില്ല. ഇനി നമ്മൾ ഫൈനായിട്ട് അരച്ചത് നല്ല ആവി വരുന്നുണ്ട്, അതുകൊണ്ടാട്ടോ പെട്ടെന്നൊന്നിങ്ങനെ ബ്ലിങ്കായേ. കുറച്ച് വെള്ളം, അത്യാവശ്യം നല്ലോണം ഉണ്ട് കാഷ്യൊക്കെ, അപ്പോൾ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു. ഇനി പേരിന് മാത്രം, കാരണം നമ്മൾ കറുവപ്പട്ടയും അതുമാതിരി തന്നെ ഗ്രാമ്പൂ ഒന്നും ഇട്ടിട്ടില്ല, ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി ഗരം മസാല, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലിരുന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ആയി വരട്ടെ കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കണം എന്നൊന്നുമില്ല, തെറിക്കണ്ട, സിമ്മിൽ വെക്കണം. എല്ലാ ഭാഗത്തേക്കും അരപ്പ് വന്നോട്ടെ. ഇങ്ങനത്തെ പാത്രങ്ങളിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അടി പിടിക്കുന്നുള്ള പേടിയില്ല. ഞാൻ വീണ്ടും പറയണു. ഇതേപോലെ ഇങ്ങനെ ഇത് നന്നായിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ല റോസ്റ്റ് മാതിരി ആക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കുറച്ച് വെള്ളത്തോടാക്കാം. എങ്ങനെ വേണമെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഉപ്പ് നോക്കണം. വെയിറ്റ് ചെയ്യാം. ഉപ്പ് കുറച്ച് കമ്മിയായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ സോസ് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇറക്കി വെച്ചു കേട്ടോ. അബദ്ധം പറ്റിയതാണേ, ഫ്രീസറിലേക്കാണ്ട് വെച്ചു. മതി, അത്ര മതി. ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കസൂരി മെത്തി. ഹായ്, എന്താ മണം വരണ അറിയാം, അടുക്കള ആകെ മണം. ഇപ്പോൾ ഒരു 3-4 ചപ്പാത്തി കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വര കഴിക്കായിരുന്നു. ഇങ്ങനെ ഒരു കറിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ തോന്നണില്ലേ? കുറേ ആൾക്കാർക്കെങ്കിലും തോന്നട്ടോ, ഉറപ്പുണ്ട്. അപ്പം ഞാൻ നല്ല സിമ്മിൽ വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി സെറ്റാവട്ടെ കേട്ടോ. കഴിഞ്ഞ് നമ്മളെ പരിപാടി. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പരിപാടി. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചോളൂ. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. ആവട്ടെ കേട്ടോ. സൂപ്പർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.